ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ വ്ളോഗുമായിട്ടാണ്. എൻ്റെ വീട്ടിലുള്ള കുഞ്ഞിപ്പിള്ളയെ ഇന്ന് എൻ്റെ തലയിൽ ഓരോരുത്തരായി കൂടുതലും പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ കാലിന് പരിക്ക് പറ്റിയിരിക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് അവരോട് മറ്റ് പല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ റീലെടുത്തു വന്നാലും ഇന്ന് എനിക്ക് തീരുമില്ല. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് നേരം എൻ്റെ തലയിൽ സമയം കൊടുത്തു. നിങ്ങളൊന്ന് കണ്ടു നോക്കും, പറ്റുകയാണെങ്കിൽ ആ ഹെയർ സ്റ്റൈൽസൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കും. കഷ്ടപ്പെട്ട് എല്ലാം ചെയ്യാൻ അറിയാന്ന് പറഞ്ഞു. അടുത്തോണ്ട് വരും. One eternity later. ചേച്ചി ഓ അപ്പൊ ചേച്ചി ഇത് യൂട്യൂബിൽ ഇടുവാണോ? നോക്കട്ടെ, എനിക്ക് നല്ലോണം കെട്ടിയാ യൂട്യൂബിലിടും, ഇല്ലെങ്കിൽ ഇടൂല. മുടി കെട്ടാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പൊ ചേച്ചി കെട്ടിയിട്ട് ഇന്നെ കാണുന്നില്ല എല്ലാ ദിവസവും. ഈ കുട്ടിക്ക് വെറുപ്പിക്കൽ ഫ്രണ്ട്സിനാണ് വേണ്ടത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങളെ കുറച്ച് കഴിഞ്ഞപ്പോ പുറത്താക്കൂ. നിങ്ങൾ മഞ്ഞയാണോ ഫോട്ടോ എടുക്കാനോ റീൽ കാണിക്കാനോ ഞങ്ങൾ കൊണ്ടുപോകുന്നു. കാണിച്ചു കൊടുക്കാൻ ഇവള് അച്ഛൻ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ ഇന്ന് വയ്യ. അറിയില്ല. ആളെ ഇവിടെ നാളോ അപ്പൊ ചേച്ചിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇന്ന് അപ്പൊ ചേച്ചിക്ക് വയ്യ. ആ പിരിച്ചിടുന്നാലേ എന്തെങ്കിലും ചെയ്യും. അതും മഞ്ഞ. ഊഫ്, മഞ്ഞടേ. ഏത് ഇതെന്താടി കളറ്? മഞ്ഞല്ലേ? മഞ്ഞാണ് കാണുന്നത് ക്യാമറയിൽ. അല്ലാണ്ട് പിന്നെ അത് മഞ്ഞല്ലേ? മലിക്ക് മഞ്ഞമാര് തോന്നി. മഞ്ഞമാര് തോന്നട്ടെ. ഇവിടെ ഒരു കുട്ടി നിങ്ങൾ പണിയെടുക്കാൻ സമ്മതിക്കോ? നിങ്ങളവിടെ പോയിരിക്കും. So much later that the old narrator got tired of waiting and they had to hire a new one. എനക്ക് അറിയണ ചെയ്തോ. ചുരുണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടുന്ന് അപചേച്ചി പുറത്താക്കും. അപ്പ ഞങ്ങള് വരണ്ടേ. കട്ട് ചെയ്യൂ അതൊക്കെ കട്ട് ചെയ്യണേ. ഇതൊക്കെ ഞാൻ ഇടും. അത് മാത്രം ഉറക്കിടും. ബാക്കി വർത്താനൊക്കെ ഇടും സ്പീഡാക്കും. ഇത് സ്പീഡാക്കിക്കോ, അങ്ങനെ ആക്കിക്കോ. ചെയ്യണത് ഇത് കെട്ടാൻ പറ്റില്ല. ഇത് ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തടി. ഗൈസ്, എൻ്റെ അവനി മോളിൽ നിന്ന് എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. എന്തോ കുറേ ഹെയർ സ്റ്റൈലാണ് തോന്നുന്നു. ഞാൻ അത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് പറയാം. അതിനനുസരിച്ച് ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ ബ്രദറാണിത്. ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ നെയ്ബറാണിത്. ഞാനും മറ്റൊരു നെയ്ബറാണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഞാൻ പുറത്താക്കുന്നതാണ്. അതുവരെ നോക്കുന്നതാണ്. അത് വേണ്ടായിരുന്നു. അതങ്ങനെ അങ്ങോട്ട് പറയാ. ഇങ്ങനെ പറയാ. ഞങ്ങളെല്ലാരും യെല്ലോ അങ്ങോട്ട് അങ്ങോട്ട് പറയാ. യെസ്, ഐ എം ഗോണ സേ ഇറ്റ്. ഒന്നുമില്ല. മുട്ടായി ഇങ്ങോട്ട് തരിക. തരില്ല, തരാൻ ഉദ്ദേശമില്ല. അതാ തന്നാലി ചേച്ചിന് കൂടി അതേപോലെ തന്നെ. അല്ലെങ്കിൽ പൈസ കെട്ടിച്ചീന് അത് കറക്റ്റായില്ല. ചീർപ്പോടെ ഇവിടെ നിറച്ച് എന്റെ മുടി ആവരുതിക്ക് അത്ര പറയാനുള്ളൂ. കുഴപ്പമില്ല. യെല്ലോ യെല്ലോ എല്ലാരും യെല്ലോ 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 യെല്ലോ. ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല.
അതൊക്കെ ഇങ്ങോട്ടാ ചെറുപ്പ ഗൈസ് ഇത് ടൈറ്റൊക്കെ കൊടുക്കട്ടെ. അതാ ആ ബണ്ണേ ലൂസാണ് ടൈറ്റ്. പിടി. നിനക്കെന്താ ചെയ്യാണ്ടോ? വേറൊന്നുമില്ല. എനിക്കില്ലല്ലോ. എനക്ക് ചെയ്യാനില്ലല്ലോ കല്ലില്. ഗോപുരമണിയുണ്ടോ? ഇല്ല. എന്നാ ശരി. A few moments later. ആടൻ എന്താ ചെയ്യുന്നത്? ഞാനുണ്ട്. കാണണ്ടേ? ഹായ് ഗൈസ്, ഇന്ന് ബാർബർ ഷോപ്പ് പോലെ അവൻ ഈ ഭാഗത്ത് വന്ന കലേട്ടനെ കാണൂല. അവിക്ക് മുടി കെട്ടാൻ പോവാണ്. ഇതൊക്കെ ഊരിക്കാൻ ഒരു പാത്തുമാന്റെ കാര്യം കട്ടുകയാണ്. ഞാൻ പറയുമ്പോ എനിക്ക് അറിയുമ്പോ കാര്യം തൊടുമ്പോ ഊരി പോകുന്ന മുടിയാണ് എനിക്കുള്ളത്. അതിന്റെ മുകളിലാണ് ഇവർ എനിക്കൊന്ന് മുടി കെട്ടി തരിക. ഞാനോ? അനക്ക് എവിടെയാ ഉള്ളേ? എനിക്ക് മോളെ എന്റെ മുടിനെ കെട്ടക്കി അറിയില്ല. ആകെ ഒന്ന് അയച്ചിടുക, ഒന്ന് ഇങ്ങനെ കെട്ടാ, ഒന്ന് നടുക്ക് അതൊക്കെ അറിയില്ല. റിബൺ എവിടെ? അതാ കൊടുക്ക്. ഈ റിബൺ ലൂസാ. ടൈറ്റാക്കണോ? ആ ഡേറ്റ അന്റെ ഇഷ്ടം. ഈ അല്ലേ ഹെയർ സ്റ്റൈലിസ്റ്റ്. എടുക്കണ്ടോ? നാളെ ബാൻഡൊക്കെ തട്ടി വീണ് സ്റ്റെപ്പ് മേല്. യെസ് യെസ്. പാന്റ്. One pair of pants later. ഇത് ഞാനാണ് മെയിൻ. ഞാൻ കഴിഞ്ഞിട്ട് മതി. ഇവിടെ ഇരുന്നിട്ട് എന്റെ കാലുമ തട്ടാണ്ടല്ലോ. ഒക്കെ അത് ഞാൻ ശരിയാക്കും. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്കൊരു ട്രിക്ക് ഉണ്ട്. ഇത് മോനെ എന്റെ തല ബാക്കോട്ട് പോണ്. എന്തത്? നാളെ വരെ ഞാൻ സമ്മതിച്ചാല് മുടികളെ തീർപ്പ് വേണ്ട. അങ്ങനെ ഇടണ്ടല്ലോ. നിന്റെ ഇഷ്ടം. അങ്ങനെ കഴിഞ്ഞോ? കഴിഞ്ഞു. കാണിക്ക്. ഇനി ഞങ്ങളെ കാണിക്കും. ക്യാമറ ആ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, Later that same evening. Like the bell button. ഓക്കെ ബൈ. Like the bell button. Bye. എല്ലാരും പിറകോട്ട് നിന്നാലേ നിങ്ങളൊക്കെ കാണുള്ളൂ. Bye.